വഖഫുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് പ്രധാനമായും നമുക്കറിയേണ്ടത്. വിഷ്ണു തലവൂർ നമ്മളോടൊപ്പം ചേരുകയാണ്. വഖഫ് ബില്ല് എങ്ങനെ ലോക്സഭ കടന്നു, ചർച്ച എങ്ങനെയായിരുന്നു, ആ ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, പ്രതിപക്ഷ ഭേദഗതികൾ എങ്ങനെയൊക്കെയായിരുന്നു, ഏത് വിധത്തിലാണ് ആ ബില്ല് ലോക്സഭ പാസ്സാക്കിയിരിക്കുന്നത്, സമഗ്രമായ വിവരങ്ങൾ അറിയാം. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. വിഷ്ണു, ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭ കടന്നിരിക്കുകയാണ്. 14 മണിക്കൂർ നീണ്ട ചർച്ച. ആ ചർച്ചയിൽ പ്രതിപക്ഷം മുന്നോട്ട് വച്ച എല്ലാ ഭേദഗതികളെയും തള്ളിക്കളയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു വലിയ വിഭാഗം മനുഷ്യരെ, അവരുടെ മതപരമായ അവകാശങ്ങളെ അനിശ്ചിതത്വത്തിലേക്ക്, അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് എങ്ങനെയാണ്? ആ ചർച്ചയുടെ സമഗ്രമായ വിവരങ്ങൾ ഏത് തരത്തിലാണ്? മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇന്നലെ 12 മണിയോടുകൂടിയായിരുന്നു ലോക്സഭയിൽ വഖഫ് ബില്ലിന്മേലുള്ള ചർച്ച ആരംഭിച്ചത്. ഏകദേശം 12 മണിക്കൂറോളമാണ് ചർച്ച നീണ്ടുനിന്നത്. അതിനുശേഷം വോട്ടെടുപ്പ് പ്രക്രിയ 2 മണിക്കൂറോളം നീണ്ടുനിന്നു. അത്തരത്തിൽ 14 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് വഖഫ് ബിൽ ഇന്നലെ ലോക്സഭയിൽ പാസാക്കിയത്. ഇന്നലെ രാത്രി ഏകദേശം 2 മണിയോടുകൂടിയാണ് ഈ വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കി വഖഫ് ബിൽ ഭേദഗതി ബിൽ ഇന്നലെ ലോക്സഭയിൽ പാസ്സായത്. അതോടൊപ്പം തന്നെ വോട്ടെടുപ്പിൽ 282 പേർ ബില്ലിനെ അനുകൂലിച്ചും 232 പേർ എതിർത്തുമാണ് വോട്ട് ചെയ്തത്. പ്രതിപക്ഷ അംഗങ്ങളൊക്കെ ശക്തമായിട്ടുള്ള എതിർപ്പ് ലോക്സഭയിൽ രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ വഖഫ് ഭേദഗതി ബിൽ അത് കൃത്യമായി തന്നെ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ബില്ലാണ്. അതോടൊപ്പം തന്നെ ഭരണഘടനാ അനുച്ഛേദം 27 ലംഘിക്കുന്ന ബില്ലാണ്. ഭരണഘടന പോലും ലംഘിക്കുന്നതാണ് ഇപ്പോഴത്തെ ഭേദഗതികൾ. മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ബില്ലാണ്. വഖഫിൽ ബോർഡിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ എംപിമാർ രംഗത്തെത്തിയിരുന്നു. നിരവധി ഭേദഗതികൾ കേരളത്തിൽ നിന്നുള്ള കെ രാധാകൃഷ്ണൻ MP അടക്കമുള്ളവർ നിരവധി ഭേദഗതികൾ മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അതൊക്കെ തന്നെ വോട്ടിനിട്ട് തള്ളുന്ന ഒരു സമീപനം, പ്രതിപക്ഷത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ ചെവിക്കൊള്ളാതെ ഏകപക്ഷീയമായി ഈ വഖഫ് ബില്ല് പാസ്സാക്കാനുള്ള നീക്കം തന്നെയായിരുന്നു ഇന്നലെ BJPയുടെ ഭാഗത്തു നിന്നും നമുക്ക് ലോക്സഭയിൽ കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് CPIM എടുത്ത നിലപാടും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നിലപാടും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. കാരണം CPMനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. CPM പാർട്ടി കോൺഗ്രസ് ഇവിടെ മധുരയിൽ നടക്കുകയാണ്. പക്ഷേ അപ്പോൾ പോലും CPIM MPമാർക്ക് കൃത്യമായി നിർദ്ദേശം നൽകിയത് നിങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ട, ഈ വഖഫ് ബില്ല് വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പാർലമെന്റിൽ ഉണ്ടാകണം, ഈ ബില്ലിനെ എതിർപ്പ് രേഖപ്പെടുത്തണം, എതിർത്ത് വോട്ട് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം CPIM അവരുടെ MPമാർക്ക് നൽകുന്നു. ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് മധുരയിലാണ്. മധുര MP സു വെങ്കടേഷ് ഈ മധുര MPയോട് പോലും ഇവിടെ തുടരേണ്ട ആവശ്യമില്ല, തിരിച്ച് ലോക്സഭയിലേക്ക് പോകാൻ കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയതാണ് CPIM സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത്. അതേസമയം കോൺഗ്രസിനെ നോക്കുകയാണെങ്കിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പോലും സഭയിലേക്ക് എത്തുന്നത് 38 മിനിറ്റ് വൈകിയാണ്. ലോക്സഭയിൽ 12 മണിയോടുകൂടി വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നു. ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ ഉണ്ടാകുന്നില്ല. 38 മിനിറ്റുകൾക്ക് ശേഷം മാത്രം രാഹുൽ ഗാന്ധി സഭയിലേക്ക് എത്തുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്നും സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഇന്നലെ ലോക്സഭയിൽ ഉണ്ടായത്. ഇരുവരും സഭയിലെത്തിയെങ്കിലും ഈ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കാനും കൂട്ടാക്കിയിട്ടില്ല. അത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അത്തരമൊരു നിലപാട് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ആ ഒരു രാഷ്ട്രീയ നിലപാടുകൾ കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറഞ്ഞു പോകേണ്ട ഒരു കാര്യം തന്നെയാണ് മനു. എന്തായാലും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ച, അതിൽ ശക്തമായിട്ടുള്ള എതിർപ്പ്
എതിർപ്പ്, മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഈ ഭേദഗതികൾക്കെതിരെ ശക്തമായിട്ടുള്ള എതിർപ്പുകളും ഭേദഗതികളും പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്നും സഭയിൽ ഉയർന്നു വന്നിരുന്നു. അതൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയത്. നമ്മൾ നേരത്തെ കണ്ടതാണ്, കഴിഞ്ഞ തവണ ലോക്സഭയിലൊക്കെ തന്നെ ബില്ല് ആദ്യം അവതരിപ്പിച്ച സാഹചര്യത്തിൽ അതിശക്തമായിട്ടുള്ള എതിർപ്പ് ഉയർന്നു വരികയും പിന്നീടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ബില്ല് വിടുന്നത്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കാര്യത്തിൽ പോലും വലിയ പ്രതിഷേധം പ്രതിപക്ഷ എം പിമാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം ഭേദഗതി മേലുള്ള ഈ ചർച്ചകളിൽ, കമ്മിറ്റിയുടെ ചർച്ചകളിൽ പ്രതിപക്ഷ എം പിമാർ പല ആശങ്കകൾ ഉന്നയിക്കുകയും പല ഭേദഗതികൾ വരുത്തണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെവിക്കൊണ്ടിരുന്നില്ല. പ്രതിപക്ഷ എം പിമാരുടെ എല്ലാ നിർദ്ദേശങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭേദഗതി അടങ്ങിയ ബില്ലിന് അംഗീകാരം നൽകുകയും അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിലേക്ക് ഈ വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവന്നത്. എന്തായാലും ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ബില്ല് ലോക്സഭ പാസാക്കിയിരിക്കുന്നത്. ഇന്ന് രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നുണ്ട്. ലോക്സഭയിലേതിന് സമാനമായി രാജ്യസഭയിലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ആ ബില്ലിനെതിരെ ഉയർന്നു വരും. മനു, തീർച്ചയായും. പക്ഷേ എത്രയൊക്കെ പ്രതിഷേധം ഉയർന്നു വന്നാലും അനായാസം രാജ്യസഭയിൽ ബില്ല് പാസ്സാക്കാൻ കഴിയുമല്ലോ വിഷ്ണു. കാരണം 119 അംഗങ്ങളുടെ പിന്തുണ മതി ബില്ല് പാസ്സാക്കാൻ. 123 അംഗങ്ങൾ NDAക്ക് അവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അനായാസം ആ ബില്ല് പാസ്സായി പോകും. പക്ഷേ ഈ ബില്ലിങ്ങനെ പാസ്സായി പോകുമ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇന്നലെ വരെ മുസ്ലിം സമുദായത്തിന് നമ്മുടെ ഭരണഘടന അനുവദിച്ചു കൊടുത്തിരുന്ന ഒരുപാട് അവകാശങ്ങളാണ് ഇല്ലാതായി പോകുന്നത്. വഖഫ് ബോർഡിലേക്ക് ഇപ്പോൾ അമുസ്ലിമായ ഒരു അംഗം വരുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് ഒരു ഹിന്ദു അല്ലാത്ത അംഗം വന്നാൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോവുക? ആ രീതിയിൽ തന്നെ കാണേണ്ട ഒരു വിഷയമല്ലേ ഇപ്പോൾ വഖഫ് ബോർഡിലേക്ക് അമുസ്ലിമായ ഒരു അംഗം വരിക എന്നത്? ഒപ്പം തന്നെ വഖഫ് തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന് അധികാരം ലഭിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ആ വ്യവസ്ഥ ദുരുപയോഗം ചെയ്യപ്പെടില്ലായിരിക്കാം. പക്ഷേ മറുനാട്ടിലേക്ക് പോയാലോ ഉത്തരേന്ത്യയിലൊക്കെ പോയാലോ അനായാസം സർക്കാരിന് അനുകൂലമായി കാര്യങ്ങളെടുക്കാൻ അവിടെ കഴിയുന്നു. ഇവിടെ മുസ്ലിം സമുദായത്തെ മുഴുവൻ കയ്യേറ്റക്കാരായൊക്കെ അനായാസം ചിത്രീകരിച്ച് പോകാൻ BJPക്ക് കേന്ദ്ര സർക്കാരിന് കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ആ ചിത്രീകരണത്തിൻ്റെയൊക്കെ വിശ്വാസത്തിന് പുറത്താണല്ലോ ചില ക്രൈസ്തവ സംഘടനകളടക്കം വഖഫ് ബില്ലിന് പിന്തുണയുമായി നമ്മുടെ മുൻപിലേക്ക് എത്തുകയും ചെയ്തത്. അപ്പോൾ ഈ ബില്ല് സമൂഹത്തിലുണ്ടാക്കിയിരിക്കുന്ന ആഴത്തിലുള്ളൊരു വലിയ ഭിന്നിപ്പുണ്ട്, വലിയ ആശങ്കയുണ്ട്. അതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല ലോക്സഭയിലും ഇന്നിപ്പോൾ രാജ്യസഭയിലേക്ക് വരുമ്പോഴും. പ്രതിപക്ഷം അത് മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിനെ നിഷ്കരണം തള്ളുകയാണ്. മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ ലോക്സഭയിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള കെ രാധാകൃഷ്ണൻ MP ചൂണ്ടിക്കാണിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ MP കൃത്യമായി തന്നെ പറഞ്ഞത് ഇത് മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിലെ ലംഘനമാണ് ഈ വഖഫ് സ്വത്തുക്കളുടെ നിയന്ത്രണം കേന്ദ്രീകരിക്കാനും മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾ ദുർബലപ്പെടുത്താനും മതപരമായ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ അതിക്രമിച്ച് കടക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ കെ രാധാകൃഷ്ണൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ കൃത്യമായി തന്നെ ലോക്സഭയിൽ ഉണ്ടാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് കെ രാധാകൃഷ്ണൻ MP ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതായത് ഓരോ സമുദായത്തിനും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ 1987 ദേവസ്വം ബോർഡിലെ ഒരു വ്യക്തിയുടെ പേര് മുസ്ലിം ക്രിസ്ത്യൻ നാമവുമായി ഒരു സാമ്യമുണ്ട് എന്നൊരു പ്രശ്നം, അതിൽ ക്രിസ്ത്യാനിയാണ് ഈ ദേവസ്വം ബോർഡിലെ ജീവനക്കാരൻ എന്ന ഒരു പ്രശ്നം ഉണ്ടാവുകയും വലിയ സമരങ്ങളിലേക്കടക്കം പോവുകയും ചെയ്ത ഒരു കാര്യം കെ രാധാകൃഷ്ണൻ MP കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ തന്നെ പല വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങൾ നടന്നിടത്ത് പോലും ഈ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കാനുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതാണ് ഒരു സമുദായത്തോട് മാത്രം കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു വിവേചനപരമായിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ അവരെ അടിച്ചമർത്താനുള്ള നിലപാടുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഈ കെ രാധാകൃഷ്ണൻ MP ആയാലും മറ്റ് പ്രതിപക്ഷ MPമാരായാലും ഒക്കെ തന്നെ സഭയിൽ ചൂണ്ടിക്കാട്ടിയത്. ആ ഒരു പ്രശ്നത്തിൽ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുമായിട്ടൊക്കെ തന്നെ വലിയ വാക്പോരിലേക്കൊക്കെ പോയ
ഒരു സാഹചര്യം കൂടി ഇന്നലെ നമ്മൾ കണ്ടതാണ്. സുരേഷ് ഗോപിയും കേരളത്തിൽ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടുള്ള സമീപനം ലോക്സഭയിൽ സ്വീകരിക്കുകയും ചെയ്തു. അതിനെതിരെ വലിയ വിമർശനങ്ങൾ സഭയ്ക്കകത്തും പുറത്തുമുള്ള നേതാക്കളിൽ നിന്ന്, പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് എന്തായാലും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിൽ വലിയ കോലാഹലങ്ങൾക്കൊടുവിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായത്. ആ ബില്ല് ഇന്ന് രാജ്യസഭയിലും അവതരിപ്പിക്കും. ആ രാജ്യസഭയിൽ ബില്ല് പാസ്സാക്കാൻ BJPക്ക് കഴിയുമെങ്കിലും വലിയ തലത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. ഇതിനു പുറമെ വലിയ സമര രീതിയിലേക്ക് വരെ ഒരുപക്ഷേ പ്രതിപക്ഷം കടക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. മനു, തീർച്ചയായും ഒരുപക്ഷെ നിയമ പോരാട്ടങ്ങളുടെയൊക്കെ വലിയ സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നിൽ കാണാൻ കഴിയും. ഏതായാലും അത് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വിഷ്ണു, രാജ്യസഭയിലേക്ക് കൂടി എത്താം. ഇവിടെ ഇന്നലെ എന്നെ അത്ഭുതപ്പെടുത്തിയത് സത്യത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ്. പ്രതിപക്ഷ നേതാവാണ്, എന്നിട്ട് പോലും സഭയിൽ ഉണ്ടായിരുന്നില്ല. വയനാട്ടിൽ നിന്നൊക്കെ ജയിച്ചു പോയ ആളാണ്. പ്രിയങ്ക ഗാന്ധിയുണ്ട്. ആ ഏരിയയിൽ പോലും ആദ്യ സമയങ്ങളിൽ കണ്ടിരുന്നില്ല. പിന്നീട് ഇരുവരും പാർലമെന്റിൽ എത്തിയെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഇരുവരും ചർച്ചയിൽ ഭേദഗതികൾ നിർദ്ദേശിക്കുകയോ ആ രീതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ടുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ സഭയിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കപ്പെട്ട ഇടപെടലുകൾ ഉണ്ടായില്ല. ഇന്ന് രാജ്യസഭയിലേക്ക് വരുമ്പോൾ ഇവിടെ BJPയുടെ പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? അനായാസം കടന്നു പോകില്ല രാജ്യസഭയിലും ബില്ല്? മനു, തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ച് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം ഈ വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കാൻ കഴിഞ്ഞിരുന്നു. രാജ്യസഭയിലേക്ക് എത്തുമ്പോഴും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ വലിയ തലത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമെന്നുണ്ടെങ്കിൽ പോലും BJPയെ സംബന്ധിച്ച് അവരുടെ ഈ ഉദ്ദേശം നടത്തിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. രാജ്യസഭയിലും അനായാസം ബില്ല് പാസ്സാക്കാൻ BJPക്ക് കഴിയുകയും ചെയ്യും. പക്ഷേ അവിടെയും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പ്രത്യേകിച്ച് ഇന്നലെ ലോക്സഭയിൽ നമ്മൾ കണ്ടതാണ്. ലോക്സഭയിൽ അത്രത്തോളം വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് പോലും അതിനെ ഗൗനിക്കാനോ ആ പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ കണക്കിലെടുക്കാനോ കേന്ദ്രം കഴിഞ്ഞ ദിവസം തയ്യാറായിരുന്നില്ല. അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് വലിയ തലത്തിലുള്ള സമ്മർദ്ദമായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഇന്ന് രാജ്യസഭയിൽ ഉണ്ടാവുക. മനു, ശരി, നമുക്ക് നോക്കാം വിഷ്ണു എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഏതായാലും ഈ ബില്ല് അത് ഒരുപാട് ആശങ്കകൾ ഇപ്പോഴും ബാക്കി വയ്ക്കുകയാണ്. പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിന്റെ അവരുടെ മതപരമായ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അവർക്ക് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങൾക്ക് മേൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു എന്ന ചിന്ത തന്നെയാണ് പൊതുവിൽ ശക്തിപ്പെട്ട് നിൽക്കുന്നത്. പക്ഷേ മറുവശത്ത് ക്രൈസ്തവ വിഭാഗത്തിലെ സംഘടനകളുടെ അടക്കം പിന്തുണ നേടിയെടുക്കാൻ BJPക്ക് ഈ വിഷയത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. എങ്ങനെ അത് സാധ്യമായി എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഈ വഖഫ് ബോർഡിനെ അടക്കം വലിയ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ അനായാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു BJPക്ക്. പ്രത്യേകിച്ചും ഒരു സ്ഥലത്തെ നോക്കി ഇത് വഖഫാണെന്ന് വഖഫ് ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്മേൽ മറ്റ് അപ്പീലുകളില്ല, നിങ്ങളുടെ ഭൂമി അടക്കം കൊണ്ടുപോകും വഖഫ് ബോർഡിലേക്ക് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ്. ഏതായാലും അത് പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ മുനമ്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേർത്ത് വായിക്കേണ്ടത്. എന്താണ് മുനമ്പത്ത് സംഭവിച്ചത് എന്നും നമ്മൾ വളരെ വ്യക്തതയോടെ പരിശോധിച്ച് പോകേണ്ടത്. ഈ ഫാറൂഖ് കോളേജിന് വഖഫ് ചെയ്ത ഭൂമി എങ്ങനെ മറിച്ചു വിൽക്കപ്പെട്ടു? ഫാറൂഖ് കോളേജ് അറിയാം, ലീഗിൻ്റെയും UDFിൻ്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി നിയന്ത്രിക്കുന്ന കോളേജ് കൂടിയാണ്. അവർ എങ്ങനെ ഈ ഭൂമി മറിച്ചു വിറ്റു എന്നതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്.